തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താനായില്ല. തെരച്ചിലിനായി നാവികസേനാ സംഘം ഉടനെത്തും. നാവികസേനാ സംഘം എത്തിയാലും ഇന്ന് തെരച്ചിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് MG പ്രതീഷ് ഇപ്പോൾ പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, നേരത്തെ തന്നെ ഫയർഫോഴ്സ് സ്കൂബ ടീം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചതായി അറിയിക്കുകയുണ്ടായി. ഈ നേവി ടീം എപ്പോൾ എത്തും എന്നറിയാൻ കഴിയുന്നുണ്ടോ പ്രതീഷ്? ഉന്മേഷ്, കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട നാവികസേന ടീമംഗങ്ങളെ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. നേരത്തെ തന്നെ ഈ ഫയർഫോഴ്സിന്റെ രക്ഷാദൌത്യം ആമയിഴഞ്ചാൻ തോട്ടിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. കാരണം പ്രതികൂല കാലാവസ്ഥയാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ നാവികസേനാ സംഘങ്ങൾ ഇവിടെ എത്തുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ സമയത്ത് ഈ നാവികസേനാംഗങ്ങൾ എത്തിയാൽ പോലും ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം ഇരുട്ടാണ് ഈ മേഖലയിൽ. ഈ ടണലിനുള്ളിൽ ഇറങ്ങി പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നാവികസേന അംഗങ്ങൾ എത്തിയാൽ പോലും ഈ ടണലിൽ ഇറങ്ങിയുള്ളൊരു പരിശോധന ഇന്ന് നടക്കുന്ന സാധ്യത വിദൂരമാണ്. മാത്രമല്ല ഈ നേരത്തെയൊക്കെ തന്നെ മുൻപരിചയമില്ലാത്ത ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് നാവികസേനാംഗങ്ങളെ സംബന്ധിച്ച് സ്കൂബ ടീം അംഗങ്ങൾ അടങ്ങുന്ന വിദഗ്ധ ടീമാണ് നിലവിൽ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ നാളെയോടുകൂടിയായിരിക്കും നാവികസേന അംഗങ്ങളുടെ പരിശോധന ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലൊരു തിരച്ചിൽ ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീം അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നെങ്കിലും അത് വിഫലമായിരുന്നു. കാരണം കാര്യമായൊരു പുരോഗതി ആ തിരച്ചിൽ ദൌത്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇന്നത്തെ അവസാനഘട്ട പരിശ്രമമെന്ന നിലയിൽ ഈ കൂടുതൽ വെള്ളം ഈ തോട്ടിലേക്ക് പമ്പ് ചെയ്തുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഫയർഫോഴ്സ് സംഘം ചെയ്തു നോക്കിയത്. പക്ഷേ അതും പൂർണ്ണമായും വിജയം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ ഈ ടണൽ കടന്നു പോകുന്ന ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിലൂടെ കൂടുതൽ വെള്ളം തടഞ്ഞു നിർത്തി പിന്നീട് ഒരുമിച്ച് ഈ വെള്ളം താഴേക്ക്, അതായത് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വശത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഫയർഫോഴ്സ് സംഘം ചെയ്തത്. അപ്പോൾ ഈ കൂടുതൽ മാലിന്യങ്ങളൊപ്പം എവിടെയെങ്കിലും ഈ കാണാതായ ആൾ തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമോ എന്നുള്ള ഒരു സാധ്യത ഉൾപ്പെടെയായിരുന്നു ആ ഘട്ടത്തിൽ ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം ശക്തിയായി പമ്പ് ചെയ്തിട്ടും ഈ മാലിന്യങ്ങൾ ഒപ്പം കൂടുതൽ വെള്ളമൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്താണ്. കാരണം ഈ ആമയിഴഞ്ചാൻ തോട് വന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ടണലിലേക്ക് പ്രവേശിച്ച് പിന്നീട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുറകുവശത്തെ ടണലിലോട് കൂടിയാണ് ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത്. ഈ ടണലിലാണ് നിലവിൽ വൈകിട്ടോടുകൂടി ഫയർഫോഴ്സ് സംഘം എത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവിടെ ഈ NDRFന്റെ സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായി ഒരു സാഹചര്യം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് NDRF സംഘങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഒപ്പം ആവശ്യമായ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വൈകിയ വേളയിൽ ഇനി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. മാത്രമല്ല ഈ നാളെയോടുകൂടി മാത്രം ഇതിന്റെ കൂടുതൽ, അതായത് ഈ റൂട്ട് മാപ്പ് അടക്കം ഈ എത്തുന്ന നേവി സംഘങ്ങൾക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും. കാരണം ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധന നാവികസേന അംഗങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അവർ ഈ കനാലിലേക്ക് അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് നാളെ രാവിലെയോടുകൂടിയായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അപ്പോഴും ഫയർഫോഴ്സ് അംഗങ്ങൾ, കാരണം അത്രത്തോളം വിദഗ്ധരായ ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്തും സമീപ മേഖലയിലും ഉള്ളത്. നേരത്തെയും ഈ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടുകളൊപ്പം പ്രളയ സമാനമായ സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തി വലിയ പരിചയമുള്ള ഈ സേനാംഗങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി തിരച്ചിൽ നടത്തിയത്. പക്ഷേ അവർക്ക് പോലും ശ്രമകരമായ ഒരു ദൌത്യമായിരുന്നു. ഏകദേശം ഈ മേഖല അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ ഒരു പശ്ചാത്തലം സാഹചര്യമൊക്കെ തന്നെ അറിയാവുന്ന സേനാംഗങ്ങൾ തന്നെയായിരുന്നു ഒരു പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിയത്. അവർക്ക് പോലും പ്രയാസകരമായിരുന്നു, അനായാസമായിരുന്നു ഈ രക്ഷാദൌത്യം. അപ്പോൾ ഈ എത്തുന്ന നാവികസേന അംഗങ്ങൾക്ക് അത് എത്രത്തോളം ദുഷ്കരമായിരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഒപ്പം ഈ വേസ്റ്റ്, ഇവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് യാതൊരു മാറ്റവും ഇപ്പോഴും കാണുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ തോട്ടിൽ ചെറിയ ഒഴുക്കുണ്ട്. ഈ ഒഴുക്കിലൂടെ ഇപ്പോഴും ചെറിയ മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ വലിയ അളവിൽ ശക്തമായി വെള്ളം പമ്പ് ചെയ്തിട്ട് പോലും ഈ ടണലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പാറക്കെട്ട് പോലെ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നതാണ് ഈ ടണലിനുള്ളിൽ കയറിയ സ്കൂബ സംഘം
സംഘങ്ങൾ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം അവിടെ നിന്ന് മാറ്റുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ടണലിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് എത്തിക്കുന്ന കാര്യം വളരെ ശ്രമകരമാണ്. മാത്രമല്ല ഈ അവസാന ഘട്ടത്തിൽ ഈ ടണൽ, അതായത് ഈ കാണുന്ന ഈ പുറകുവശത്തെ ഈ ടണൽ കടന്ന് ഈ അകപ്പെട്ട വ്യക്തി പോയിരിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വിദൂരമായൊരു സംശയം മാത്രമായിരുന്നു. അത്രത്തോളം മാലിന്യം, ഒപ്പം ഇടുങ്ങിയ ഒരു ടണലിനുള്ളിൽ കൂടി പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. ടണലിൽ അകപ്പെട്ട ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ ഭാഗത്ത് തന്നെ ഈ അകപ്പെട്ട വ്യക്തി ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ മണിക്കൂറിലും ഈ രക്ഷാപ്രവർത്തകർ കണക്ക് കൂട്ടുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ ടണലിൽ ഇറങ്ങിയുള്ള പരിശോധനയായിരിക്കും പ്രധാനമായും പ്രായോഗികമായി നടക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നാളെ ഈ ടണലിൽ ഇറങ്ങിയായിരിക്കും പരിശോധന നടത്തുന്നത്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വൈകിയ വേളയിലും ജനപ്രതിനിധികൾ, ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അടക്കം ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വൈകിയ വേളയിൽ രക്ഷാപ്രവർത്തനം എന്തായാലും നടക്കാൻ സാധ്യതയില്ല. ഈ നാളെയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു ആലോചനയായിരിക്കും നിലവിൽ ഇവിടെ നടത്തുന്നത്. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഈ തുടക്കഘട്ടത്തിൽ ഉയർന്നു വന്ന വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ മാലിന്യ നീക്കം സംബന്ധിച്ചായിരുന്നു. ആ വിവാദങ്ങൾ കുറച്ചുകൂടി മുറുകുന്ന, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി കടുപ്പമേറുന്ന വാദങ്ങളായിരുന്നു ഇന്ന് വൈകിട്ടോടു കൂടി ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാതിരുന്ന റെയിൽവേ അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ ഇന്ന് വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ കണ്ടു. മുഴുവൻ കുറ്റവും കോർപ്പറേഷന്റെ തലയിൽ വയ്ക്കുകയാണ് റെയിൽവേ ചെയ്തത്. കാരണം ഇത് വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ ഈ തോടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നഗരസഭയുടെ കീഴിലാണ് എന്നുള്ള വിശദീകരണമാണ് റെയിൽവേ നൽകിയിരിക്കുന്നത്. 2012-ലും 2015-ലും 2017-ലും ഈ തോട്, ആ ഭാഗം നവീകരിച്ചത് നഗരസഭയായിരുന്നു. ഈ വർഷം ആ ഭാഗം, അതായത് ഈ ജോയി അകപ്പെട്ട ഭാഗം നവീകരിക്കാൻ കരാറെടുത്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ നഗരസഭയുടെ വലിയ പൂർണ്ണമായ ഒരു സഹകരണം, പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ റെയിൽവേ അധികൃതർ അറിയിക്കുന്ന കാര്യം. ഒപ്പം മറ്റ് സോളിഡ് വേസ്റ്റുകളൊന്നും തന്നെ ഈ റെയിൽവേ അധികൃതർ ഈ തോട്ടിലേക്ക്, അല്ലെങ്കിൽ റെയിൽവേ തോട്ടിലേക്ക് ഒഴുക്കുന്നില്ല. ഇവിടെ നിന്നുള്ള ഈ ജലം മാത്രം, വെള്ളം മാത്രമാണ് ഒഴുക്കി വിടുന്നതെന്ന വിശദീകരണം റെയിൽവേ നൽകുന്നു. പക്ഷേ ഈ റെയിൽവേ അധികൃതർ വിശദീകരണം നൽകി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് തള്ളിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത് വന്നിരുന്നു. ഈ കൃത്യമായി പല ഘട്ടങ്ങളിലും ശരിയാണ് പ്രതീക്ഷ. അത്തരത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. റെയിൽവേ നഗരസഭയെ കുറ്റപ്പെടുത്തുന്നു, കോർപ്പറേഷനായിട്ട് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വാക്പോരും ഈ വിഷയത്തിലുണ്ട്.